അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓർഡറും കാര്യങ്ങളും ഒന്നായിട്ടില്ല ഞാൻ വന്നത്. പത്തിരിൻ്റെ റെസിപ്പി കാണിച്ചത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുമെന്ന് വെച്ചിട്ടില്ല, കമൻറ്റ് ഉണ്ടായിന്. പിന്നെ വേറൊരു ഐറ്റംസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ 2 ഐറ്റംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ 2 പാട്ട ശിവ അരി ഞാൻ രാത്രിയെ കുതിർത്തി വെച്ചിട്ടുണ്ടായിന്. എന്നിട്ട് രാവിലെയാണ് അരച്ചെടുത്തിട്ട് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് 3-4 പ്രാവശ്യം അരി കഴുകി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്രൈൻഡറിലിട്ടിട്ട് നല്ല പോലെ നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം. ഗ്രൈൻഡർ ഇല്ലാത്തവർക്കും ഇതൊക്കെ ഉണ്ടാക്കാട്ടോ. നമ്മുടെ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്താൽ മതി. മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ അത് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെക്കണം. എന്നിട്ടായിരിക്കണം അതിൽ അരച്ചെടുക്കുന്നത്. ദോശക്കൊക്കെ അരച്ചെടുക്കും പോലെ വെള്ളമൊന്നും കൂടുതൽ ചേർക്കാൻ പാടില്ല. അങ്ങനെ ഇതാ നമ്മുടെ അരി കഴുകി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ മിൽക്ക് മെയ്ഡിന്റെ ടിന്നിനാണ് ഞാൻ 2 പാട്ട എന്ന് പറഞ്ഞത്. അതിലാണ് 2 പാട്ട എടുത്തിട്ടുള്ളത്. 350 ഗ്രാമിന്റെ മിൽക്ക് മെയ്ഡിന്റെ ടിന്നാണത്. പിന്നെ ഇതാ നമ്മുടെ അരിയൊക്കെ നല്ല പോലെ നൈസായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വാരി എടുത്തതിന് ശേഷം ഇതാ പത്തിരി തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതാ അരിയൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് തലങ്ങും വിലങ്ങും ഇങ്ങനെ ആക്കിയെടുക്കണം. അതിനെ വാട്ടിൽ എന്നാണ് ഇവിടെ പറയല്. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ കൈപൊള്ളിയൊന്ന് വരാം. എനിക്ക് പിന്നെ ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്താക്കണം, ഒരു തവി എടുത്തിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് അതിനൊന്ന് വാട്ടിയെടുത്താൽ മതി, ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ അരിയൊക്കെ നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതാ പത്തിരി തവേൻ്റെ മുകളിലുള്ള ആ പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടിഷ്യൂനെ കൊണ്ട് തുടച്ച് മാറ്റി കളയുന്നുണ്ട്. പിന്നെ കുഴച്ചെടുത്ത അരിയിൽ നിന്നും ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ട് അമർത്തി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പ്രസ്സാക്കി എടുക്കുക. പിന്നെ ഇതാ നമ്മുടെ ചൂടായ കല്ലിലേക്ക് ഓരോന്നും ഇട്ടുകൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ടപാടും തന്നെ ഒരു 2 സെക്കൻഡ് അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് നല്ല പോലെ പത്തിൽ റെഡിയായി കിട്ടൂല. അതുകൊണ്ടാണ് വേഗം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷമായിരിക്കണം വേവിക്കുന്നത്. ആദ്യം പത്തിരിയിടുക, എന്നിട്ട് അത് മറിച്ചിടുക. പിന്നെ അവിടെ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇതാ വീണ്ടും ഒന്ന് മറിച്ചിട്ടാൽ നല്ല പോലെ പൊങ്ങി വരും. പ്രസ് ചെയ്യോ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നല്ല പോലെ പൊങ്ങി കിട്ടും. അടിപൊളി പത്തിലായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാൻ. ഞാൻ ഇതാ അടുത്ത ഐറ്റംസ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. അതിനായിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ഉള്ളി ചെറുതായി അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും നല്ല പോലെ ഒന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ അതിനൊരു ബാറ്റർ റെഡിയാക്കുക. അതിനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1.5 കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട്. 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുക, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഇഡ്ഡലിൻ്റെ പാത്രമില്ലേ, അതിലേക്കൊക്കെ സൺഫ്ലവർ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 അത്ര പോലെ ഒഴിക്കണ്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച മസാലയില്ലേ, അത് ഓരോ സ്പൂൺ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിൻ്റെ മുകളിലേക്കും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ അപ്പച്ചമ്പിൽ വെള്ളം വെച്ചിട്ട് അത് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇഡ്ഡലി തട്ട് വെച്ചുകൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും. ഇതാ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചമ്പിൽ നിന്നും ഇത് താഴെ ഇറക്കി വെച്ച് അതിൽ നിന്നും ഓരോന്ന് ഇളക്കി മാറ്റിയെടുക്കണം. ഇത് നല്ല പോലെ തണിഞ്ഞാൽ വേഗം കിട്ടും. എനിക്ക് തണിയാൻ വേണ്ടിയിട്ട് സമയമില്ല, കാരണം അടുത്ത ബാറ്ററും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് പിന്നെ ചൂടോടെ തന്നെ ഞാൻ അതിൽ നിന്ന് ഓരോന്നും എടുത്തു മാറ്റിയാണ് ചെയ്യുന്നത്. ഈ അളവിൽ ചെയ്തപ്പോൾ എനിക്ക് 28 പീസ് കിട്ടിയിട്ടുണ്ട്. ഈ അപ്പത്തിന് എന്ത് പേരാന്ന് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂട്ടോ. ഇതിനെ എന്ത് പേരിട്ട് വിളിക്കണം. കണ്ണപ്പന്നാറ്റം പറഞ്ഞിട്ടില്ല, വേറെ അരി വെച്ചിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ട്. ഏകദേശം അതിൻ്റെ ഒരു ബന്ധുക്കളെല്ലാം ആയിട്ട് വരും, അളയമ്മ മൂത്തമ്മ അങ്ങനെയെല്ലാം ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. ഞാൻ മുറിച്ച് നോക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ്, സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിന്. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വീഡിയോനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഓരോരുത്തരോടായിട്ടും എന്നെക്കുറിച്ച് എല്ലാവരും പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.